പടം അടിപൊളി. പിന്നെ വിസ്മയ മോഹൻലാലിൻ്റെ തുടക്കം ഗംഭീരമായിട്ടുണ്ട്. തീർച്ചയായും വിസ്മയ മലയാള സിനിമയ്ക്ക് ഒരു മുതൽക്കൂട്ടി തന്നെയാണ്. അതുപോലെ തന്നെയാണ് ആൻ്റണി പെരുമ്പാവൂരിൻ്റെ മകനും. പുള്ളിയുടെ പിന്നെ ഡയലോഗ് ഒന്നുമില്ലെങ്കിലും എക്സ്പ്രഷൻസൊക്കെ അടിപൊളിയായിരുന്നു. സൂപ്പറായിരുന്നു. വിസ്മയുടെ തുടക്കം നല്ല പടമാണ്. ശരിക്കും തുടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഹൻലാലിനെ പോലെ ഒരു ഫാദർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫ്യൂച്ചറുണ്ട്. നല്ലതായിട്ട് തന്നെ ആ കൊച്ചിൻ്റെ പെർഫോമൻസ് ഒക്കെ നല്ലതായിട്ടുണ്ട്. വിസ്മയുടെ തുടക്കം ഗംഭീര തുടക്കം തന്നെയാണ്, അല്ലാണ്ട് മോശമൊന്നുമല്ല. കിട്ടില്ല. ഫസ്റ്റ് ഹാഫ് ശരിക്കും നമുക്ക് ഒരു സ്ലോ ഫേസ് കാര്യങ്ങളൊക്കെ പോയിട്ട് സെക്കൻഡ് ഹാഫ് കൊണ്ടാണ് സ്റ്റോറി മാറുന്നത്. ഫൈറ്റ് കാര്യങ്ങളൊക്കെ കറക്റ്റ് മ്യൂസിക്കും കാര്യങ്ങളൊക്കെ അതിനനുസരിച്ച് ചെയ്യുന്നുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് ആൻ്റണി ചേട്ടൻ്റെ മോൻ ആശിഷ്, പുള്ളിയൊരു നെഗറ്റീവ് ഷെയ്ഡാണ്. ആ നെഗറ്റീവ് ഷെയ്ഡ് കറക്റ്റായിട്ട് പുള്ളിക്ക് ചേരുന്നുണ്ട്. ഫസ്റ്റ് പടമാണ്, അതിനനുസരിച്ചുള്ള പെർഫോമൻസ് കാര്യങ്ങളൊക്കെ. ലാലേട്ടൻ്റെ പെർഫോമൻസ് ആണെങ്കിലും സിമ്പിൾ ഒരു 10 മിനിറ്റത്തെ ക്യാരക്ടറാണെങ്കിൽ പോലും പുള്ളി കറക്റ്റായിട്ട് പരിപാടി ചെയ്തിട്ടുണ്ട്. കൈയടിക്കാനും പിന്നെ ഒരു സോഷ്യൽ മെസ്സേജും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. എല്ലാ സ്ത്രീകളും കാണേണ്ട ഒരു മെസ്സേജ് ഉണ്ട്. അത് അത്യാവശ്യം കൊള്ളാം, ഓവറോൾ കൊള്ളാം. പടം അടിപൊളിയാണ്, നൈസായിരുന്നു. എന്താ പറയുക, ഭയങ്കര എക്സൈറ്റഡ് ആണ്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും സൂപ്പറായി ചെയ്തു. മായ വെൽക്കം. മലയാളം ഇൻഡസ്ട്രിയിലല്ല, NTR ഫിലിം ഇൻഡസ്ട്രിയിലാണ് ഞാൻ വെൽക്കം ചെയ്യുന്നത്. പുള്ളിക്കാരി സൂപ്പർ പെർഫോമൻസ്. ആന്റണി ചേട്ടൻ്റെ മകനായാലും എല്ലാം അടിപൊളി. പടം അടിപൊളിയായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്. ലാലേട്ടൻ്റെ മകളുടെ തുടക്കം അതിഗംഭീരമായിട്ടുണ്ട്. എല്ലാവരും തിയേറ്ററിൽ വന്ന് ഈ സിനിമ കണ്ട് വിജയിപ്പിക്കണം. അവളുടെ ഒരു ഫിസിക്ക് വെച്ചിട്ട് അളക്കാൻ നിൽക്കേണ്ട. നിങ്ങൾ തിയേറ്ററിൽ വന്ന് കണ്ട് അവളുടെ ഫൈറ്റും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് വിസ്മയ എന്ന ആർട്ടിസ്റ്റിനെ വിലയിരുത്തണമെന്നാണ് എൻ്റെ ഒരു ഹമ്പിൾ റിക്വസ്റ്റ്.